എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മത്സ്യവിലയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് തന്നെ മീൻ വില കുതിക്കുകയാണ്. മത്തി അടക്കമുള്ളവയ്ക്ക് വലിയ വിലയാണിപ്പോൾ. 12 വർഷങ്ങൾക്ക് ശേഷം വലിയ മത്തി കേരള തീരത്ത് നിന്ന് ലഭിച്ചു തുടങ്ങിയെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 2 ആഴ്ച മുമ്പ് 200 രൂപ വരെ ഉണ്ടായിരുന്ന മത്തിക്ക് 380 രൂപ വരെയാണിപ്പോൾ. കിലോയ്ക്ക് 40 രൂപ മുതൽ 50 രൂപ വരെയാണ് മറ്റ് മീനുകൾക്കുണ്ടായ വില വർധനവ്. അയലയ്ക്ക് 340 രൂപ മുതൽ 380 രൂപ വരെ കിലോയ്ക്കുണ്ട്. വലിപ്പത്തിനനുസരിച്ച് വിലയിൽ വ്യത്യാസം വരുന്നതാണ്. അതേസമയം മണ്ണെണ്ണ വില വർധനവ്, മത്സ്യക്ഷാമം, മത്സ്യബന്ധന ഉപകരണങ്ങൾ നശിക്കുക എന്നിവ കാരണം ആകെ ദുരിതത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. കടം വാങ്ങി വള്ളമിറക്കാൻ ആകെ ലഭിക്കുന്നത് 300 രൂപ മാത്രമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുകയാണ്. ഒരു വള്ളമിറക്കുമ്പോൾ 30,000 രൂപയാണ് ചെലവാകുന്നത്. ലഭിക്കുന്നത് ആകെ 40,000 രൂപ മാത്രം. വള്ളമിറക്കുമ്പോൾ പലപ്പോഴും ഡോൾഫിൻ, കടൽമാക്രി എന്നിവയുടെ ശല്യം കാരണം വലകൾ കീറുന്നതും പതിവാണെന്ന് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കിയാണ്. സംസ്ഥാനത്ത് 1630 ഇൻബോർഡ് വള്ളങ്ങളും 600ഓളം ഔട്ട്ബോർഡ് വള്ളങ്ങളുമാണ് ഉള്ളത്. ഓരോ വള്ളത്തിലും 50ഓളം തൊഴിലാളികളാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. ഇൻബോർഡ് വള്ളങ്ങളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 1630 എണ്ണമാണ്. ഔട്ട്ബോർഡ് 600 എണ്ണമാണ് ഉള്ളത്. ഇന്ധന വില വർധനവ് തിരിച്ചടി നേരിടുകയാണ്. മത്സ്യലഭ്യത കുറഞ്ഞതും തൊഴിലാളി ക്ഷാമവും ഇന്ധന ചെലവിന്റെ വർധനവുമാണ് വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണമായിട്ട് മത്സ്യത്തൊഴിലാളികളും വ്യാപാരികളും ചൂണ്ടിക്കാണിക്കുന്നത്. ഡീസൽ വില ഉയർന്നതിനെ തുടർന്ന് പ്രവർത്തന ചെലവ് കുത്തനെ വർദ്ധിച്ചതും ബോട്ടുടമകൾക്ക് തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും കടലിൽ മത്സ്യം കുറയുന്നതും വില വർധനവിന് കാരണമായിരിക്കുന്നു. മുന്നറിയിപ്പുകൾ കാരണം കടലിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയുമുണ്ട്. ഇതോടെ മത്സ്യബന്ധന ബോട്ടുകളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. ലിറ്ററിന് 103 രൂപയായിരുന്ന മണ്ണെണ്ണ വില ഇപ്പോൾ 165 രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഒരു വള്ളത്തിന് ലഭിക്കുന്നത് മാസത്തിൽ 129 മുതൽ 179 ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ്. എന്നാൽ ഒരു ദിവസം ശരാശരി വേണ്ടത് 300 ലിറ്റർ മണ്ണെണ്ണയാണ്. മത്സ്യക്ഷാമം, മണ്ണെണ്ണ വിലവർധനവ്, മത്സ്യബന്ധന ഉപകരണങ്ങൾ നശിക്കുന്നത് തുടങ്ങിയവ കാരണം മത്സ്യബന്ധന മേഖല വലിയ പ്രതിസന്ധിയിലാണ്. മേഖലയുടെ പുരോഗതിക്ക് സർക്കാർ നടപടിയെടുക്കണമെന്ന് സംഘടനാ പ്രതിനിധികൾ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.